നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഡയമണ്ട് സംഘം എന്ന നിഗമനം ശക്തമാകുന്നു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആദ്യ ഭാര്യയുടെ കൊലപാതകമാണ് ഡയമണ്ട് സംഘത്തെ കൂട്ടിയോജിപ്പിച്ചത്. ഒരു വക്കീലിന്റെ സ്വാധീന കരുത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. 2012 ഡയമണ്ട് സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ശബരിമല ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ മരണം അതിദുരൂഹമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും അന്ന് ഇതൊരു കൊലപാതകമെന്നായിരുന്നു പ്രചരിച്ചത്. ഇത് സംബന്ധിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണം അടക്കം അട്ടിമറിക്കപ്പെട്ടു. ഈ സമയത്ത് ഡയമണ്ട് ഗ്യാങ്ങിലെ ഒരു പ്രധാനിയും കോട്ടയത്തായിരുന്നു ജോലി നോക്കിയിരുന്നത്. 2012 ഇയാൾ ബോർഡ് ആസ്ഥാനത്തെത്തി. അതോടെ ഈ സംഘം ശക്തരായി. കൊടിമരത്തിൽ നിറമങ്ങലുണ്ടായി. ഇതിന് പിന്നാലെ അത് പൂശാനും ശ്രമം നടന്നു. ബോർഡ് അറിയാതെ ദേവപ്രശ്നം ശബരിമലയിൽ സംഭവിച്ചു. ഏറ്റുമാനൂരിലും വിവാദങ്ങളുണ്ടായി. ഈ സംഘത്തിൽ സുധീഷ് കുമാറും മുരാരി ബാബുവും എല്ലാം ഉണ്ടായിരുന്നു. വക്കീലിന്റെ സ്വാധീനത്താലാണ് ഇവരെല്ലാം താക്കോൽ സ്ഥാനങ്ങളിലെത്തിയത്. ദേവസ്വം ബോർഡിന്റെ നന്ദൻകോട്ടെ ആസ്ഥാനത്തെ പ്രധാന തീരുമാനങ്ങളെല്ലാം 2012 ശേഷം ഉണ്ടായത് ഈ സംഘത്തിന്റെ ഗൂഢാലോചനയിൽ നിന്നാണെന്നാണ് ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ താക്കോൽ സ്ഥാനങ്ങളിൽ ആരും ഒരു കൊല്ലത്തിൽ കൂടുതൽ ഇരിക്കാറില്ല. എന്നാൽ ഒരു വിരുദ്ധൻ 6 കൊല്ലം ഒരു കസേരയിലായിരുന്നു. ഇക്കാലത്ത് തൊടുപുഴയിലെ സദ്യാലയം ഇല്ലാത്ത ക്ഷേത്രത്തിന് കസേര പോലും വാങ്ങി. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് വിജിലൻസ് SP റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അയ്മനത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്റെ വിളിപ്പേരായിരുന്നു ഡയമണ്ട്. ഈ ഡയമണ്ട് പറയും പോലെ എല്ലാ കാര്യവും നടത്തിക്കൊടുത്തത് 2012 ബോർഡ് ആസ്ഥാനത്ത് പ്രധാന ചുമതലയിലെത്തിയ പൊതുമരാമത്തുകാരനായിരുന്നു. ഇയാൾക്ക് വേണ്ടി പുതിയ വകുപ്പ് പോലും ഉണ്ടാക്കി. ഇതിന്റെ മറവിലായിരുന്നു കസേര വാങ്ങൽ കുംഭകോണം. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനും ഇയാൾ ഒന്നും ചെയ്തില്ല. അങ്ങനെ 10,000 ഭൂമി പലരും കൊണ്ടുപോയി. 2 വിജിലൻസ് കേസുകൾ ഉണ്ടായിരുന്നു. രണ്ടും വക്കീൽ പ്രമുഖന്റെ പിന്തുണയിൽ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി വിരമിക്കുകയും ചെയ്തു. 2018-2019 ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളകളിലും ഈ ഉദ്യോഗസ്ഥന്റെ അറിവോ സമ്മതമോ ഉണ്ടായിരുന്നു. ഡയമണ്ട് എന്ന അപരനാമധാരിയുടെ സ്വന്തം കൂട്ടാളിയായിരുന്നു ഇയാൾ. സുധീഷ് കുമാറിന്റെ ഭാര്യയുടെ കൊലക്കേസ് നേരെ ചൊവ്വെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇയാൾ അന്ന് തന്നെ അകത്താകുമായിരുന്നുവെന്നതാണ് വസ്തുത. ഏതായാലും കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ സുധീഷ് കുമാറിന്റെ ഭാര്യയുടെ മരണത്തിലെ പഴയ കേസിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിവരം തേടിയിട്ടുണ്ട്. അന്ന് അയ്മനത്തുണ്ടായിരുന്ന ദേവസ്വം മാഫിയയ്ക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ പരിശോധന. അയ്മനം പരിപ്പ് ദേവസ്വത്തിൽ 1988-89 വർഷത്തിൽ സുധീഷ് സബ് ഗ്രൂപ്പ് ഓഫീസറായി ജോലി നോക്കുമ്പോഴാണ് ആദ്യ ഭാര്യയുടെ മരണം. വാടക വീടിന് സമീപം തോട്ടിലെ കുളക്കടവിന്റെ കരയിൽ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രതികളിൽ 2 പേരും സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരനും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. സുധീഷിന്റെ സുഹൃത്തായിരുന്ന ഒരു പോലീസുകാരനും മകനും കേസിൽ ഉൾപ്പെട്ടിരുന്നുവെന്നതാണ് സൂചന. ഈ കേസിലും ദേവസ്വം ബോർഡിലെ പൊതുമരാമത്തിൽ അന്ന് ഓവർസിയറായിരുന്ന ആൾക്കും പങ്കുണ്ടെന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. പക്ഷേ സ്വാധീനം കാരണം അതിലേക്ക് അന്വേഷണം എത്തിയില്ല. CPM-മായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് സുധീഷ് കുമാർ. അടൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി പോലും സുധീഷിനെ പരിഗണിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ഡയമണ്ട് എന്ന അപരനാമമുള്ള വ്യക്തിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ആദ്യ ഭാര്യയുടെ മരണസമയത്ത് സുധീഷ് കുമാർ. ആ സമയത്ത് അയ്മനത്ത് സുധീഷ് കുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീട്ടിലെ പ്രശ്നമാണ് ഭാര്യയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ വീട്ടിൽ നടന്നിരുന്നു. ഇതിനിടയിൽ പെട്ടുപോയ ഭാര്യയെ ചിലർ കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷേ സ്വാധീനത്തിൽ കേസൊന്നും എത്താതെ പോവുകയും ചെയ്തു. ഇതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അയ്മനം ഗ്രൂപ്പ് പിടിമുറുക്കി. ഈ അയ്മനം ഗ്രൂപ്പിൽപ്പെട്ട ചുരുക്കം ചില പൊതുമരാമത്ത് ജീവനക്കാരിൽ ഒരാളാണ് 2012 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നിർണായക ചുമതലയിലെത്തിയത്. ഇതിന് പിന്നിലും ഇടത് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം വ്യക്തമാണ്. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിലെ ഒന്നിലധികം കൊടിമരം വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഡയമണ്ട് എന്ന ദേവസ്വം ബോർഡിൽ വിളിപ്പേരുള്ള വ്യക്തി. ശബരിമലയിലെ കൊടിമരത്തെ ആദ്യം നോട്ടമിട്ടതും ഈ ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനുമായി സുധീഷ് കുമാർ അടുക്കുന്നത് അയ്മനത്ത് ജോലി ചെയ്യുമ്പോഴാണ്. ഈ കളങ്കിത വ്യക്തിത്വം ശബരിമലയിലും ജോലി നോക്കി. അന്ന് ദേവസ്വം ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നടത്തി. പോലീസിൽ നിന്ന് വിരമിച്ച് DYSP ആയ ഒരു വ്യക്തിയും അന്ന് ഇതിന്റെ എല്ലാം ഭാഗമായി. ലൈസൺ ഓഫീസറായി ശമ്പളമില്ലാതെ ജോലി നോക്കിയ ഈ ഉദ്യോഗസ്ഥനെ അന്ന് ദേവസ്വം ബോർഡ് മാറ്റുകയും ചെയ്തു. ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നിന്ന് മാറ്റാൻ ഗൂഢാലോചന നടത്തിയ ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെയും നടപടി വന്നു. അന്ന് പുറത്താക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇയാൾ സർവീസിൽ തിരിച്ചെത്തി. ഇതിനു പിന്നിലും പൊതുമരാമത്തിലെ ഉദ്യോഗസ്ഥന് പങ്കുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയിലും ഈ ലോബിക്ക് വലിയ പങ്കുണ്ട്. ഈ ഉദ്യോഗസ്ഥനും സുധീഷ് കുമാറുമായിട്ടുള്ള അടുപ്പത്തിലേക്കും അന്വേഷണം നീളുകയാണ്. N വാസു അടക്കമുള്ളവരുമായി ഈ ഉദ്യോഗസ്ഥനും ബന്ധമുണ്ട്. CPM-ന്റെ അതിവിശ്വസ്തനായി അറിയപ്പെടുന്ന വക്കീലിന്റെ അടുത്ത അനുയായിയാണ് ഇദ്ദേഹം. AKG സെന്ററുമായി അടുപ്പമുള്ള ഈ വക്കീൽ പക്ഷേ ശബരിമലയിലെ സാമ്പത്തിക തട്ടിപ്പുകൾക്കൊന്നും കൂട്ടുനിന്നിട്ടില്ല. ഈ വക്കീലിനെ മറ്റൊരു തരത്തിൽ അടിമയാക്കിയായിരുന്നു ഡയമണ്ടും കൂട്ടരും ദേവസ്വം ബോർഡിനെ കൈപ്പിടിയിൽ ഒതുക്കിയത്. സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ കൊലക്കേസ് അന്വേഷണം നേർവഴിക്ക് നടക്കാത്തതാണ് ഈ ഗ്രൂപ്പിനെ ദേവസ്വം ബോർഡിൽ വളർത്തിയത്. ഈ കേസാണ് ഇപ്പോൾ ചർച്ചകളിൽ വീണ്ടും എത്തുന്നത്. ദേവസ്വത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച പഴയ വിജിലൻസ് കേസുകൾ ഏറെയുണ്ട്. ഇത് പലതും സത്യസന്ധമായി അന്വേഷിച്ചാൽ പോലും ഈ അഴിമതി സംഘം അഴിക്കുള്ളിലാകുമെന്നതാണ് വസ്തുത.